പാകിസ്ഥാനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റേത് നിരുത്തരവാദപരവും അസംബന്ധവുമായ പ്രസ്താവന എന്നാണ് ഇന്ത്യ വിമർശിച്ചിരിക്കുന്നത്. ഇന്ത്യ വീണ്ടും സൈനിക നീക്കം നടത്താൻ ഒരുങ്ങുന്നുവെന്ന പാക് വാദം തള്ളിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ വിദേശകാര്യ മന്ത്രാലയം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ബലാകോട്ട് വ്യോമാക്രമണത്തിന് സമാനമായി പാകിസ്ഥാനെ ഇന്ത്യ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമൂദ് ഖുറേഷിയുടെ വാദങ്ങളെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന തീർത്തും നിരുത്തരവാദപരവും അസംബന്ധവുമാണെന്ന് മന്ത്രാലയം പ്രതികരിച്ചു. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടത്തിയ പാകിസ്ഥാന്റെ പ്രസ്താവനയെ തള്ളിക്കളയുന്നു. മേഖലയിൽ യുദ്ധഭ്രാന്ത് നിലനിർത്താനുള്ള ആഹ്വാനമാണിത്. തീവ്രവാദികൾക്ക് ഇന്ത്യയെ ആക്രമിക്കാനുള്ള അവസരം പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കുകയാണ്. ഭീകരരെ തങ്ങളുടെ കീഴിൽ സംരക്ഷിക്കാതെ അവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ഇത്തരം തെറ്റായ പ്രസ്താവനകൾ നടത്തുകയല്ല വേണ്ടത്. ഇന്ത്യൻ അതിർത്തി കടന്ന് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ഈ മാസം ഏപ്രിൽ 16-നും 20-നും ഇടയിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ സൈനിക നീക്കം നടത്തുന്നുവെന്ന് തനിക്ക് വിവരം ലഭിച്ചുവെന്നായിരുന്നു ഷാ മഹമൂദ് ഖുറേഷിയുടെ വാദം. വിശ്വസനീയമായ രഹസ്യാന്വേഷണ ഇടങ്ങളിൽ നിന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നും കൂടുതൽ വിവരങ്ങൾ ഇമ്രാൻഖാൻ പുറത്തുവിടുമെന്നായിരുന്നു ഖുറേഷിയുടെ പ്രസ്താവന. എന്നാൽ ഇമ്രാൻഖാൻ ഇത് സംബന്ധിച്ച് ഒന്നും വിശദമാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഖുറേഷിയുടെ പ്രസ്താവന കൂടുതൽ സങ്കീർണമാക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാനാണ് എന്ന തരത്തിൽ നയതന്ത്ര മേഖലയിൽ നിന്നും വിലയിരുത്തലുകൾ വരികയാണ്. പ്രത്യേകിച്ചും അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനം കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് നേരെ നിരന്തരമായി പ്രകോപനം ഉണ്ടാക്കുകയാണ് പാകിസ്ഥാൻ. അതിർത്തി കടന്ന ഇന്ത്യൻ ജവാന്മാരുടെ ജീവൻ വരെ എടുത്തുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ പന്താട്ടം കഴിഞ്ഞ കുറെ നാളായി നിർത്തണമെന്ന് ഇന്ത്യ നിരന്തരമായി പല കൗൺസിലുകളിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പാകിസ്ഥാൻ ചെവിക്കൊള്ളുന്നില്ല. ഇതിനിടയിലാണ് പുൽവാമയിൽ വലിയ ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയത്. പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളെ പാകിസ്ഥാൻ ചോറ് കൊടുത്തു വളർത്തുന്നു, പാല് കൊടുത്തു വളർത്തുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് പുൽവാമയിൽ ഇന്ത്യക്ക് നേരെ ഒരു ഭീകരാക്രമണം നടത്തിയത്. അന്ന് നിരവധി ജവാന്മാരുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ ഇന്ത്യ ബലാക്കോട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വാ പൂർണ്ണമായും അടയുകയായിരുന്നു. എന്ത് വില കൊടുത്തും ഭീകരവാദത്തെ ചെറുക്കുക എന്നുള്ള ഇന്ത്യയുടെ ശക്തമായ നിലപാടിനൊപ്പം ലോകരാജ്യങ്ങൾ കൂടി കൈകോർത്തതോടുകൂടി പാകിസ്ഥാന് ചുവട് തെറ്റുകയായിരുന്നു എന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പാകിസ്ഥാൻ പലപ്പോഴായി ഭീകരാക്രമണത്തിനായി ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നതും ഇന്ത്യ അതൊക്കെ തകർത്തതും. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പലതവണ വന്നിരുന്നു, മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ശ്രമിക്കും, ജെയ്ഷെ മുഹമ്മദ് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യ കൃത്യമായി ബലാക്കോട്ട് തിരിച്ചടി നൽകിയത്. ഏതായാലും ഇപ്പോൾ ശാന്തമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വീണ്ടും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി പാകിസ്ഥാൻ വീണ്ടും പറയുകയാണ്. ഖുറേഷി പ്രതിരോധ മന്ത്രാലയം പറയുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. തീർത്തും തെറ്റായ ഒരു റിപ്പോർട്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ ഒരു സൈനിക നീക്കത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെന്നിരിക്കെ എന്തിനാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന ഈ വേളയിൽ പാകിസ്ഥാന്റെ ഈ പ്രകോപനം, ഈ വാക്കുകൾ വലിയ പ്രതികരണങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുക. ഏതായാലും ഇന്ത്യ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.